ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു മാസത്തിലേക്ക്, ഡിസംബർ മാസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഈശോയുടെ തിരുപ്പിറവിക്ക് ഒരുങ്ങുന്ന 25 നോമ്പിൻ്റെ ദിവസങ്ങളും ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ആത്മീയമായി ഒരുങ്ങി പ്രാർത്ഥനയോടെ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിലേക്ക് ഈശോയെ നമുക്ക് സ്വീകരിക്കാം. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് യഥാർത്ഥ ശിഷ്യൻ ആരാണ് എന്ന് ഈശോ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ്. അതിലൊരു വചനം ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഈശോ ഇന്ന് ഇവിടെ നമ്മളെ പ്രധാനമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ വാക്കുകൾ വചനമായി മാറണം എന്നുള്ളതാണ്. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യ ശബ്ദത്തോട് മനുഷ്യ ചിന്തയും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ചേരുമ്പോൾ അതിൽ പുറത്തു വരുന്നത് വാക്കുകളാണ്. എന്നാൽ നമ്മുടെ മനുഷ്യ ശബ്ദത്തോട് ദൈവത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ ഇഷ്ടവും വരുമ്പോൾ അത് വചനമായി മാറുന്നു. ഈശോ സംസാരിച്ചത് വാക്കുകളായിരുന്നില്ല, വചനമായിരുന്നു. നമ്മൾ തിരുവചനം എന്നാണ് പറയുന്നത്. ഈശോ സംസാരിച്ചത് ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ നമ്മൾ കേൾക്കുന്നെങ്കിലും അത് ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ പദ്ധതിയും വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമായി മാറുകയായിരുന്നു. നമ്മുടെ ഇഷ്ടവും നമ്മുടെ ഹൃദയവും സംസാരിക്കുമ്പോൾ അത് വാക്കിൻ്റെ തലത്തിൽ നിന്ന് പോകുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി അത് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വാക്കുകൾ വചനങ്ങളായി മാറുന്നു. ഇന്നലെ ഞായറാഴ്ച സഖറിയായുടെയും എലിസബത്തിൻ്റെയും കഥ നമ്മൾ വായിച്ചപ്പോൾ ദൂതൻ സഖറിയായോട് പറഞ്ഞ കാര്യം അത് തന്നെയാണ്. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ ഈ വചനം നീ അവിശ്വസിച്ചതുകൊണ്ട് ഇത് സംഭവിക്കുന്നതുവരെ നീ മൂകനായിത്തീരും. ദൈവത്തിൻ്റെ വാക്കുകളാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഗബ്രിയേൽ ദൂതൻ സഖറിയായോട് പറഞ്ഞത്. അതുകൊണ്ട് അത് വെറും ഒരു മാലാഖയുടെ വാക്കല്ല, ദൈവത്തിൻ്റെ വചനമായിരുന്നു. നമ്മുടെ ഈ ക്രിസ്തുമസ് കാലം നമ്മുടെ വാക്കുകൾ വചനമാകേണ്ട കാലമാണ്. അർത്ഥശൂന്യമായ നമ്മുടെ ചിന്തകൾ ഉൾക്കൊള്ളുന്ന വാക്കുകളുടെ ഒരു കാലം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ പദ്ധതികളും സംസാരിക്കുന്ന, ദൈവം നമ്മളിലൂടെ സംസാരിക്കുന്ന വചനത്തിൻ്റെ കാലമായി ഈ ക്രിസ്മസിൻ്റെ ഒരുക്കകാലവും ഈശോയുടെ തിരുപ്പിറവിയുടെ അവസരവും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.